റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ജോൺ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് പിക്ക് നമ്മുടെ സ്വന്തം വിവേക് രാമസ്വാമിയെ തഴഞ്ഞ് ട്രംപ് തിരഞ്ഞെടുത്ത വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് JD വാൻസ് UK ഒരു ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള മുസ്ലിം രാജ്യമെന്ന് വിശേഷിപ്പിച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അങ്ങേറ്റം വിവാദപരമായ ഒരു പ്രസ്താവനയിലൂടെയാണ് JD വാൻസ് ലോകത്തോട് തന്റെ വരവറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ പറയട്ടെ, ഏതാനും ആഴ്ചകൾക്ക് മുൻപേ ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം നടക്കുകയുണ്ടായി. അൺഫോർച്ചുനേറ്റ്ലി എനിക്കതേപ്പറ്റി ഒരു വീഡിയോ നിർമ്മിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടി ഒരു കാര്യം ഇവിടെ വ്യക്തമാവുകയാണ്. റിപ്പബ്ലിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കണമെങ്കിൽ അമേരിക്കൻ മണ്ണിൽ ഇനി ആരെങ്കിലും പുതുതായി ജനിക്കണം. ഇനി ഈ നടന്ന വധശ്രമം ആരെങ്കിലുമൊക്കെ ട്രംപ് തന്നെ കെട്ടിച്ചമച്ച ഒരു നാടകമെന്ന് ഇനിയും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമൊന്ന് ഓർക്കുക. ലൈവായി നടക്കുന്ന ഒരു വേദിയിൽ ഏകദേശം 100-130 അടി ദൂരത്തു നിന്നും ഡ്രാഗ്, ഗ്രാവിറ്റി, വിൻഡ് വെലോസിറ്റി എല്ലാം നോക്കി ചെവിക്കുടമയെ ഒരുമിപ്പോകും വിധം തനിക്കുമേൽ തന്നെ വെടിവെക്കുവാൻ പദ്ധതിയിടുക എന്നത് കാലനെ കൈകാട്ടി വിളിക്കുന്നതിന് തുല്യമാണ്. ട്രംപ് എന്നല്ല, ജീവനിൽ കൊതിയുള്ള ആരും നിസാരം പൊളിറ്റിക്കൽ സിമ്പതിക്ക് വേണ്ടി ഇത്തരമൊരു ഉദ്യമത്തിന് ഒരിക്കലും മുതിരില്ല. ഇഞ്ചുകൾ വ്യത്യാസത്തിൽ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ട്രംപ് വീണെടുത്തു നിന്നും എഴുന്നേറ്റ് ഫൈറ്റ് 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 എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വേദിയിൽ നിന്നും പോകുന്ന ഈ ദൃശ്യം അമേരിക്കൻ ചരിത്രത്തിൽ എന്നേക്കുമായി കോറിയിടുവാൻ പോകുന്ന US പൊളിറ്റിക്സിൽ ഇനി കാലാകാലങ്ങളോളം ചർച്ച ചെയ്യപ്പെടുവാൻ പോകുന്ന ഒരു സുപ്രധാന സംഭവമാണ്. ഇതിനാൽ തന്നെ നമുക്ക് കാണാം, അമേരിക്കൻ ജനതയിൽ ട്രംപിനോടുള്ള ചായ്വ്, USA-യിൽ ഇദ്ദേഹത്തിനുള്ള ജനസമ്മതിയെല്ലാം പൊടുന്നനെ വർദ്ധിച്ചിരിക്കുകയാണ്. USA-യിലെ ഏത് സർവേ ഫലങ്ങളും നാം ഇന്നെടുത്ത് പരിശോധിച്ചാൽ കാണാം, ഡെമോക്രാറ്റിക് പാർട്ടിയെ ഇത്തവണ പരാജയപ്പെടുത്തി ട്രംപ് വളരെ ഈസിയായി ഇലക്ഷൻ വിജയിക്കുമെന്നത്. ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് ലോകമെമ്പാടും തന്നെ ഇപ്പോൾ ദൃശ്യമാണ്. മുൻപ് ട്രംപിന്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചിരുന്ന ലോകരാജ്യങ്ങൾ ഇന്ന് ട്രംപിന്റെ വാക്കുകളെ വളരെ സീരിയസ് ആയി എടുക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തായ്വാനെ കുറിച്ച്, അതായത് തായ്വാൻ എന്തിനാണ് അമേരിക്ക വെറുതെ ഡിഫൻസ് പ്രൊട്ടക്ഷൻ നൽകുന്നത്, പകരമായി തായ്വാനിൽ നിന്നും പണം ഈടാക്കണമെന്ന് ട്രംപ് പറഞ്ഞതോടെ തായ്വാന്റെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി 2.4% ഇടിഞ്ഞത്. അതെ, ഇക്കാര്യം ഇന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. മറ്റത്ഭുതങ്ങളൊന്നും ഇനി സംഭവിച്ചില്ല എങ്കിൽ ട്രംപ് തന്നെയാകും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തെ ഇനി നയിക്കുവാൻ പോകുക എന്നത്. അതോടെ അടുത്തതായി ട്രംപ് ഇനി ആരെയാവും തന്റെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയി തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിലേക്കായി പിന്നീട് ലോക ശ്രദ്ധ മുഴുവൻ. ഏവരും വിചാരിച്ചിരുന്നത് സ്റ്റേജിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന തീപ്പൊരി പ്രസംഗങ്ങൾ കൊണ്ട് അമേരിക്കൻ ജനതയുടെ മനസ്സിൽ ദേശീയതയെ തൊട്ടുണർത്തുന്ന, ഒപ്പം ട്രംപിന്റെ ഒരു വലിയ ഫാൻ കൂടിയായ നമ്മുടെ കേരളത്തിൽ വേരുകളുള്ള വിവേക് രാമസ്വാമി ആയിരിക്കും ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് പിക്ക് എന്ന്. എന്തിനേറെ, ഒരു ഘട്ടത്തിൽ ട്രംപ് പെണ്ണുകേസിൽ ജയിലിൽ പോയാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുവാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന വിവേക് രാമസ്വാമി, അല്ലെങ്കിൽ തുൾസി ഗാബാർഡ്, അതുമല്ലെങ്കിൽ നിക്കി ഹാലിയെ വരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തേക്കാമെന്ന് ഏവരും വിചാരിച്ചിടത്തേക്കാണ് JD വാൻസ് കടന്നു വരുന്നത്. US പൊളിറ്റിക്സിൽ ഒട്ടും ഫേമസ് അല്ലാത്ത ഒരു മുഖത്തെ ട്രംപ് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം പലരും വിലയിരുത്തുന്നത് വൈസ് പ്രസിഡന്റ് തന്റെ സ്പോട്ട്ലൈറ്റ് തട്ടിയെടുക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. വൈസ് പ്രസിഡന്റിന് തന്നെക്കാൾ അറ്റൻഷൻ ലഭിക്കുന്നതും പോപ്പുലാരിറ്റി ഉണ്ടാകുന്നതുമൊക്കെ ട്രംപ് തീർത്തും ആഗ്രഹിക്കുന്നില്ല. പുതുതായി കടന്നുവന്ന ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് അത്ര ഫേമസ് ഒന്നുമല്ല എങ്കിലും ഇദ്ദേഹം തന്റെ പ്രസംഗത്തിനിടെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് ലോകരാജ്യങ്ങൾ, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ് വലിയൊരു ഷോക്കിലാണിപ്പോൾ. അടുത്ത US വൈസ് പ്രസിഡന്റ് ആകുവാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തിയുടെ ഐഡിയോളജിയെ, ചിന്താഗതിയെ എല്ലാം ഇന്ന് അറിഞ്ഞ യൂറോപ്പ്, എസ്പെഷ്യലി UK ഇന്ന് വളരെ പരിഭ്രാന്തരാണ്. ഇതോടെ ട്രംപ് ഇലക്ഷനിൽ വിജയിക്കുന്നതോടെ യൂറോപ്പിന് ഇനി വലിയ പരീക്ഷകളാകും നേരിടേണ്ടി വരിക എന്നത് വ്യക്തമായിരിക്കുകയാണ്. JD വാൻസിന്റെ ആ വിവാദപരമായ സ്റ്റേറ്റ്മെന്റ്, പരാമർശം ഇതായിരുന്നു: ന്യൂക്ലിയർ ആയുധങ്ങൾ സ്വന്തമായുള്ള ആദ്യ മുസ്ലിം രാജ്യം ഏതായിരുന്നു? പാകിസ്ഥാനാണോ? ചിലർ പറയും ഇറാന്റെ കയ്യിലും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്ന്. എന്നാൽ JD വാൻസിന്റെ അഭിപ്രായ പ്രകാരം UK ആണ് ആ രാജ്യം. What is the first truly Islamist country that will get a nuclear weapon? And we were like, maybe it's Iran, maybe Pakistan already kind of counts, and then we sort of finally decided maybe it's actually the UK, since Labour ലേബർ പാർട്ടിയുടെ മറവിൽ UK-യിൽ മുസ്ലിം ജനസംഖ്യ തീവ്രമായി പെരുകുന്നതിനെ പരിഹാസ രൂപേണ വിമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. UK ഒരിക്കലും ഒരു മുസ്ലിം മജോറിറ്റി കൺട്രി അല്ല എങ്കിലും ഇസ്ലാമാണ് ഇവിടുത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ. 2011-ൽ UK-യിൽ മൊത്തം ജനസംഖ്യയുടെയും 5% താഴെ നിന്നിരുന്ന മുസ്ലിം പോപ്പുലേഷൻ 2021 ആയപ്പോഴേക്കും 6.5% വളർന്നിരിക്കുന്നു. കണക്കുകൾ പ്രകാരം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ പോയാൽ ഒരു സൈസബിൾ പോപ്പുലേഷൻ UK-യിൽ മുസ്ലിം റിലീജിയനെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഇതേസമയം USA-യിലെ മുസ്ലിം പോപ്പുലേഷൻ എടുത്തു നോക്കിയാൽ അത് ഇന്നും 2% താഴെ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ വെറും 1.5% മാത്രം. മുസ്ലിം പോപ്പുലേഷൻ ഇത്തരത്തിൽ UK-യിൽ നിയന്ത്രണമില്ലാതെ പെരുകുന്നതിന് കാരണക്കാർ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ലേബർ പാർട്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് UK-യുടെ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്സിനെ ഇവിടെ വിമർശിക്കുകയാണ് JD വാൻസ്. JD വാൻസിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് തികച്ചും ഇസ്ലാമോഫോബിക് ആണെന്നും പറഞ്ഞ് UK-യിലെ പല മുസ്ലിം സംഘടനകളും ഇതിനെതിരെ മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും വരാൻ പോകുന്ന US വൈസ് പ്രസിഡന്റിന്റെ നയം ഇവിടെ വ്യക്തമാവുകയാണ്. ഇനി JD വാൻസിന്റെ പേഴ്സണൽ
ലൈഫിലേക്ക് നാം അല്പം കണ്ണോടിച്ചാൽ ഭാര്യ ഉഷ വാൻസ് ഒരു ഇന്ത്യൻ വംശജയാണെന്ന് നമുക്ക് കാണാം. ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉഷ വാൻസ് എന്ന പേര് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. പ്രമുഖ ബിസിനസ്മാൻ ആനന്ദ് മഹീന്ദ്രയും ഇതേപ്പറ്റി ട്വീറ്റ് ചെയ്തിരുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് അംബാനി ഫാമിലിയിലെ കല്യാണം ആഘോഷിക്കുന്ന നമുക്ക് മറ്റൊരു ഗ്രേറ്റ് ഇന്ത്യൻ വെഡ്ഡിംഗ് കൂടി ആഘോഷമാക്കുവാനുണ്ട് എന്ന് നമുക്ക് കാണാം. ഇവിടെ യങ് ജെഡി വാൻസിന്റെയും ഉഷ വാൻസിന്റെയും ഫോട്ടോ. ഇനി ഈ പുഞ്ചിരി തൂകി നിൽക്കുന്ന ജെഡി വാൻസ് യൂറോപ്പിനൊരു തീരാ തലവേദനയായി മാറുവാൻ പോകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ജെഡി വാൻസ് ഈ കാര്യം മുൻപും പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നാറ്റോയെ വിശ്വസിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഡിഫൻസ് ബഡ്ജറ്റിൽ വളരെ കുറവ് പണമേ ചിലവഴിക്കാറുള്ളൂ എന്ന്. അതായത് എന്തെങ്കിലും സംഭവിച്ചാൽ നാറ്റോ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും തങ്ങളുടെ പ്രതിരോധ മേഖലയെ വികസിപ്പിക്കുവാനോ പുതിയ ആയുധങ്ങൾ വാങ്ങുവാനോ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യുവാനോ അതിനായി കൂടുതൽ പണം കരുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. പരിണിത ഫലം നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കണ്ടതാണ്. റഷ്യയെ പോലുള്ള ഒരു രാജ്യത്തെ നേരിടുവാൻ ഒരു അഡ്വാൻസ് മിലിറ്ററി തന്നെ വേണമെന്നിരിക്കെ നാറ്റോയുടെ ഭാരം മുഴുവൻ അമേരിക്കയുടെ മുകളിലേക്കായി. അതിനാൽ തന്നെ ഏറ്റവും അധികം പണവും വെപ്പൺസും ടെക്നോളജിയും എല്ലാം ചെലവായിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. ഈ സോകോൾഡ് നാറ്റോ മെമ്പേഴ്സായ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ മിലിറ്ററിയെ സ്ട്രോങ് ആക്കി വെച്ചിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഇത്രയധികം ഭാരം ചുമക്കേണ്ടി വരില്ലായിരുന്നു. അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങ പൊളിക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുവാനും ഓടി നടന്ന ആളെ കൂട്ടുവാനും ഒക്കെ വളരെ ഉത്സാഹമായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തോടെടുക്കുമ്പോഴാണ് ഇന്ന് പലർക്കും ഇത് പുളിക്കുന്നത്. ജെഡി വാൻസ് ഇതുകൊണ്ട് ഇക്കാര്യത്തോട് തീർത്തും യോജിക്കുന്നില്ല. എവിടെയോ കിടക്കുന്ന യൂറോപ്പിന്റെ പ്രശ്നങ്ങൾക്കായി അമേരിക്ക തങ്ങളുടെ പണവും മിലിറ്ററിയും ചെലവാക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ആർട്ടിക്കിൾസ് ഐ ഡോണ്ട് റിയലി കെയർ വാട്ട് ഹാപ്പൻസ് ടു യുക്രൈന് വേണ്ടി അമേരിക്ക ഇനിയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കില്ല എന്ന്. റഷ്യ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഒപ്പം തന്നെ ബാക്കി യൂറോപ്പിനെ സംരക്ഷിക്കുക എന്നതും അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ല എന്നും ഇദ്ദേഹം ഇവിടെ പറയുന്നു. USA പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇൻഡോ പസഫിക് റീജിയനിലേക്കാണ്. ഇവിടെ USA തങ്ങളുടെ എൻഗേജ്മെന്റിനെ വർദ്ധിപ്പിക്കണം. അതിനാൽ തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് കീഴിൽ തണുത്തുപോയ ക്വാഡ് എല്ലാം ഇനി ട്രംപ് വരുന്നതോടെ സടകുടഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാം. ജെഡി വാൻസിന്റെ ഈ ചിന്താഗതിയിൽ യൂറോപ്പ് അങ്ങേയറ്റം ചിന്താകുലരാണ്. അതിനാൽ തന്നെ ട്രംപ് വിജയിച്ചു വരുന്ന ഉടനെ യൂറോപ്പിൽ നിന്നും ഒരു വാർത്ത വരുന്നത് നമുക്ക് കാണാം. യൂറോപ്യൻ യൂണിയൻ സ്വന്തമായി ഒരു മിലിറ്ററിയെ നിർമ്മിക്കുന്നുവെന്ന്. കൂട്ടത്തിൽ പ്രതിരോധ വിഷയത്തിൽ അല്പം മുൻപന്തിയിൽ നിൽക്കുന്ന ഫ്രാൻസിന്റെ നേതൃത്വത്തിലാകും യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ മിലിറ്ററിക്ക് രൂപം കൊടുക്കുക. ഇക്കാരണങ്ങളാലൊക്കെ തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജെഡി വാൻസ് എന്ന ഈ പേര് വാർത്തകളിൽ എന്നും നിറഞ്ഞു നിൽക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ് പവറായ USA നടക്കുന്ന എന്ത് കാര്യത്തിന്റെയും ഇമ്പാക്ട് ലോകത്തെ മുഴുവൻ ബാധിക്കുമെന്നിരിക്കെ വരും ദിവസങ്ങളിൽ എന്നും വാർത്തകളിൽ നിറയുവാൻ പോകുന്ന ജെഡി വാൻസ് എന്ന ഈ പേര് ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.